അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ സ്കൂളിൽ നിന്നാണ് THS +1 വിദ്യാർത്ഥിയാണ് സയൻസ്. അപ്പം സയൻസ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിൻ്റെ ഞങ്ങളുടേതായിട്ടുള്ളൊരു കുഞ്ഞ് ഐഡിയ ആണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തോട്ടിലൂടെ പോകുന്ന ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തോട്ടിലൂടെ പോകും. അപ്പം നമുക്ക് അതെല്ലാം നേരെ ചെല്ലുന്ന കല്ലട ആറ്റിലൂടെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ കുറേ വഴികളുണ്ട്. പക്ഷേ അതെല്ലാം നല്ല മെനക്കെട്ട പരിപാടികളാണ്. കാര്യം എന്ന് വെച്ചാൽ കല്ലടയാറ്റിൽ തന്നെയുള്ള പല വഴികളും വല വെച്ച് പ്ലാസ്റ്റിക്കിനെ പിടിക്കുന്നത്. പക്ഷേ അത് കുറേ നാൾ നിൽക്കത്തുമില്ല, മാത്രമല്ല വളരെയധികം എക്സ്പെൻസ് ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനേക്കാളും എക്സ്പെൻസിന് മാത്രമല്ല, എക്സ്പെൻസും ഉണ്ട്, മാത്രമല്ല യൂസും ഇല്ല. നമുക്ക് രണ്ടിനോട് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ കൊണ്ടുവന്ന ഐഡിയ പല ഫോംസും പല രാജ്യങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ജർമ്മനി പോലത്തെ രാജ്യങ്ങളാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, പല രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബാർ പോലെ വെക്കും. ഇപ്പോൾ ഇത് കനാലാണ്, തോടല്ല. ഈ കനാലിലൂടെ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് എല്ലാം ഇവിടെ കളക്ട് ആകും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കളക്ട് ആകുമ്പോൾ കുറേ നാൾ ഇതിരുന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തൂടി പ്ലാസ്റ്റിക് പോകും. അപ്പോൾ ഇത് ഹൈ വാട്ടർ ഫ്ലോ വന്നാലോ വാട്ടറിനൊരു ടർബുലൻറ്റ് ഫ്ലോ വന്നാലോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഐഡിയ നല്ലതാണ്. പക്ഷേ ഇത് നല്ല വെള്ളം ഉള്ള സ്ഥലം പറ്റത്തില്ല. മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മുടെ തോടുകൾ ഭയങ്കര കുത്തൊഴുക്കായിരിക്കും. അപ്പോൾ അതിനെ ഇതാക്കി വന്നത് ഒരു ഐഡിയ ആണ് ഇത്. അപ്പോൾ ഇവിടെ അതേപോലെ 2 ബാർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തെ പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു സൊല്യൂഷനായിട്ട് ഇതെല്ലാം വലിയ കനാലുകളിൽ മാത്രം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ തോടെന്നൊക്കെ പറയുമ്പോൾ വ്യാസം വളരെയധികം കുറവാണ്. നമ്മുടെ തോടിൻ്റെ വ്യാസം ഇതിൻ്റെ പകുതി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇത്രയും പ്ലാസ്റ്റിക്കും വേസ്റ്റുകളെല്ലാം ഇത് വെള്ളം ഇല്ലാത്തൊരെണ്ണമാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഇത്രയും പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം കളക്ട് ആവും. ഇവിടെ പ്ലാസ്റ്റിക് കളക്ട് ആകുന്നതുകൊണ്ടാണ്. പക്ഷേ ഇതിലേക്കൂടെ എല്ലാം ഇത് ഒലിച്ചു പോകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊരു കലങ്ങാണ് സങ്കല്പിക്കുക. അപ്പം ഇത് ഒരു കലങ്ങ്, ഇത് റോഡ്, ഇത് രണ്ടിൻ്റെ കലങ്ങിൻ്റെ മേൽഭാഗം താഴ്ഭാഗം. അപ്പോൾ ഇതിലേക്കൂടെ വെള്ളം ഒഴുകി വരുകയാണ്. അപ്പോൾ ഇതിലേക്കൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ ഒന്നെങ്കിൽ കലങ്ങിൻ്റെ ഓപ്പണിങ് ഇങ്ങനെ ആയിരിക്കും, ആർച്ച്ഡ് റൂഫ് സ്ലാബ് ഓപ്പണിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് കർവ്ഡ്. ഈ ആർച്ച്ഡ് റൂഫ് സ്ലാബ് ഓപ്പണിംഗ് ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടുന്ന് ഒഴുകി ഇത് ഹയർ ഏരിയ, പൊക്കം കൂടിയത്. ഇവിടെ താഴ്ന്ന ഏരിയ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെഷ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിനെ ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെയാണ് മെഷ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഓട്ടോമാറ്റിക്കലി കളക്റ്റഡ് ആവും. അപ്പോൾ ഇത് ആരെടുക്കുമെന്നൊരു ചോദ്യം വരും. അതിനാണ് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഒരു നല്ല പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്, ഹരിതകർമ്മസേന. ഈ ഹരിതകർമ്മസേനക്കാർ വന്നു കഴിഞ്ഞാൽ ഇത് ലോവർ ഏരിയ അല്ലേ, ഈ ലോവർ ഏരിയയിൽ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ മെഷ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കളക്ട് ആവുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം ഹരിതകർമ്മസേനയ്ക്ക് ഇവിടെ ഇറങ്ങി ഇവിടെ എടുക്കാവുന്നതാണ്. അതിൽ മെനക്കെട്ട പരിപാടി ആയിരിക്കത്തില്ല. ബിക്കോസ് കാര്യം ജസ്റ്റ് ഒരു ഫ്ലോ വരുന്നു, ഇവിടെ വെള്ളം വരുന്നു, ഇവിടെ വന്ന് പ്ലാസ്റ്റിക് കളക്ട് ആവുന്നു. ഈ കിട്ടുന്ന പ്ലാസ്റ്റിക്കിനെടുത്ത് തെർമൽ കംപ്രഷൻ പല മെത്തേഡിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മെഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിവിടെ വെക്കുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷായിരിക്കും. ആ മെഷ് ഏകദേശം ഈ ഫോർമാറ്റിലുള്ള മെഷായിരിക്കും. കാര്യം വെച്ചാൽ ഇങ്ങനെയുള്ള മെഷിൻ്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഈ മെഷിൻ്റെ ഇടയിലുള്ള ഹോളുകളിലൂടെ വെള്ളം പോവുകയും ചെയ്യും. ഇതിൻ്റെ അടിയിലൊരു ഡബിൾ ലെയർ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ മഴക്കാലം വരുമ്പോൾ വേറൊരു ചോദ്യം വരും. ഈ മഴക്കാലം വരുമ്പോൾ മഴക്കാലം വരുമ്പോൾ ഈ മെഷ് പൊട്ടിപ്പോകത്തില്ലയോ എന്ന്. കാരണം വെച്ചാൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷ് നമ്മുടെ തോട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ മഴക്കാലത്ത് ഭയങ്കര അളവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടിയിലൊരു ഡബിൾ ലെയർ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നല്ല ഇവിടെ അടിയും. ഈ മെഷിൻ്റെ ഈ കുഞ്ഞു ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ വെള്ളവും പോവും. ബാക്കിയുള്ള എന്ത് വേസ്റ്റുകളായാലും അത് ഇവിടെ ഒന്ന് അടിയും. ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അതെല്ലാം ബയോഡിഗ്രേഡ് ആകുമ്പോൾ അതെല്ലാം സാധാ പൊക്കോളും. പക്ഷേ നമ്മുടെ അല്ലാത്ത വേസ്റ്റുകളാണെങ്കിൽ അത് വളരെയധികം പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വളരെയധികം പ്രശ്നം മെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ ഓഷൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും, മറൈൻ ലൈഫിനെ ബാധിക്കും. എന്നിട്ട് ലാൻഡിന് തന്നെ കുഴപ്പമാണ്. കാരണം വെച്ചാൽ പിന്നെ വാട്ടർ സോയിൽ റിസോഴ്സ് എല്ലാത്തിനും വളരെയധികം പ്രശ്നം. ലാൻഡ് ജിയോളജിക്കലിന് തന്നെ വലിയൊരു ഭീഷണിയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കായിട്ട് നിൽക്കുന്നത്. നമ്മൾ മെയിൻലി പ്ലാസ്റ്റിക് മാത്രമല്ല നോക്കുന്നത്, ഇവിടെ എല്ലാ വേസ്റ്റുകളും വന്ന് കളക്ട് ആവും. ഇതിനകത്ത് കിട്ടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളെ നമുക്ക് തെർമൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കുകളെ ചൂടാക്കി പല രീതികളും നമുക്ക് ഉപയോഗിക്കാം. ഈ പ്ലാസ്റ്റിക്കുകളെ ചൂടാക്കി ഉപയോഗിക്കുന്ന പല രീതികൾ എന്ന് പറയുമ്പം ആഫ്രിക്കൻ കൺട്രീസിൽ മെയിൻലി ഉപയോഗിക്കുന്നതാണ് ഈ കിട്ടുന്ന പ്ലാസ്റ്റിക്കിനെ എടുത്തിട്ട് നമ്മൾ ചൂടാക്കി ബ്രിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ബ്രിക്സ് ഉണ്ടാക്കിയെടുക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ പ്ലാസ്റ്റിക്കിനെ എടുത്ത് ചൂടാക്കി ഒരു കൃത്യ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ അതിന് മോൾഡ് ചെയ്തെടുക്കും. ഈ മോൾഡ് ചെയ്തെടുക്കുന്ന ബ്രിക്സുകളെടുത്ത് റോഡിൽ വെക്കും. നമ്മുടെ ഇൻ്റർലോക്ക് വെക്കത്തില്ലേ, അതേ പരിപാടിയാണ്. റോഡിൽ ആ ബ്രിക്സുകൾക്ക് റോഡിന് എത്രമാത്രം വലിയ 9-10 ടൺ വെയിറ്റുള്ള വണ്ടി പോയാൽ പോലും ആ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ കള്ളികൾക്ക് അതിന് ആ വെയിറ്റ് താങ്ങാൻ പറ്റും. അപ്പോൾ അതവിടെ ഒരു പ്ലസ് പോയിൻ്റ്. അവർ ട്രാഷ് ടു ട്രഷർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് അവിടെ ചെയ്യുന്നത്. അതേ പ്രോഗ്രാം നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ചെയ്യാം. പക്ഷേ ഇവിടെ കിട്ടുന്ന പ്ലാസ്റ്റിക്കുകൾ ഈ പോകുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം നമ്മളിവിടെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് കല്ലടയാറ്റി പോകത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരാൾ നിൽക്കാൻ പറ്റുമോ, ഇവിടെ വന്ന് വേസ്റ്റ് കളക്ട് ആവണം. പക്ഷേ ഞാൻ ഇതെടുത്ത് ഇങ്ങോട്ട് ഇടണം പ്ലാസ്റ്റിക് വേസ്റ്റ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നേരെ ചെന്ന് അടുത്തൊരു കലങ്ങ് കാണും. ഇതെല്ലാം നമ്മൾ വെച്ചേക്കുന്നത് കലങ്ങിൻ്റെ താഴെക്കുള്ള കലങ്ങിൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഈ ഹരിതകർമ്മ സേനക്കാർക്ക് വരുമ്പോൾ ഇത് എവിടെയൊക്കെ ഇതുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് ഇവർ കലങ്ങിനടിയിലുണ്ട്, കലങ്ങിൻ്റെ അടുത്തെത്തിയോ അതിൻ്റെ അടിയിൽ ഇത് കാണും ഉറപ്പ്. അങ്ങനെ ഇതിന് വേണ്ടി വെച്ചേക്കുന്നത് ഈസിലി നോട്ടീസബിൾ എന്നൊരു ഐഡിയയും കൂടെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തെറിഞ്ഞു പ്ലാസ്റ്റിക് വേസ്റ്റ് വെള്ളത്തിൻ്റെ ഫ്ലോ കൊണ്ട് ഒഴുകി അടുത്ത കലങ്ങിൻ്റെ ഇവിടെ ചെന്ന് തരും. അതിൻ്റെ അവിടെ ചെന്ന് ഇത് കളക്ട് ആവും. അപ്പോൾ അടുത്ത പഞ്ചായത്തിലുള്ള ഓരോരോ വാർഡ് വഴിയുള്ള ആൾക്കാരൊക്കെ വരുന്നത്. അപ്പോൾ അടുത്ത വാർഡിലെ ആൾക്കാർക്ക് ഈ കലങ്ങിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്തുകൊണ്ടോ അങ്ങനെ വളരെയധികം ഉപയോഗമുണ്ട്. നമ്മൾ ഈ ഇതെവിടെ ഈ മെഷ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 ഓപ്പണിങ്സിൽ എവിടെയെങ്കിലും ആയിരിക്കും, ഓരോ ഓപ്പണിങ്ങിലായിരിക്കും. ഇപ്പോൾ വാട്ടർ ഇങ്ങനെ ഫ്ലോ ആകുന്നതെങ്കിൽ മെയിൻലി ഇവിടെ ആയിരിക്കും വെക്കുന്നത്. കാരണം ലോവർ ഏരിയ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഹയർ ഏരിയ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയെടുക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ ലോവർ ഏരിയ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇറങ്ങി എടുക്കാനും എളുപ്പമാണ്, അത് മാത്രമല്ല ഈസി ആക്സസിബിളുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 2 ഫോർമാറ്റിലായിരിക്കും നമ്മുടെ കലങ്ങിൻ്റെ ഓപ്പണിങ്സ് കാണുന്നത്. മിക്കപ്പോഴും ഇങ്ങനെയുള്ള ഓപ്പണിങ് ആയിരിക്കത്തില്ല, ഈ ഓപ്പണിങ് ആയിരിക്കും. നമ്മൾ എവിടെ നോക്കിയാലും ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത് ഇപ്പം 2020 ശേഷമുള്ള മിക്ക കലങ്ങളുടെ ഓപ്പണിങ് ഇങ്ങനെയുള്ള. കാര്യം ഇതെല്ലാം പണ്ടത്തെ സിമ്പിൾ മോഡലായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കോംപ്ലക്സ് ആക്കിയിട്ടുണ്ട്. കാരണം വെള്ളത്തിന് ഹെവി ഫ്ലോ വരാൻ ഇവിടെ ഇച്ചിരി പ്രഷർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വെള്ളത്തിന് നന്നായിട്ട് ഫ്ലോ കിട്ടും. മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം പോവുകയും ചെയ്യും, തങ്ങി നിൽക്കത്തില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും ഒരു ഹൈറ്റിന് മെഷ് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും മെഷിന് വലിയ രൂപയൊന്നും ആകത്തില്ല, ഇത്രയും ഒരു മെഷിന് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നല്ലൊരു ബേസ് ലെയറും കൊടുക്കും. അപ്പോൾ എത്രമാത്രം ഫ്ലോയിൽ വെള്ളം വന്നിരുന്നാലും ഈ അടിയിലത്തെ ബേസ് ലെയർ ഉള്ളതുകൊണ്ട് പിടിച്ചു കിടത്തും. എന്തായാലും ഇത്രയും വന്ന് പ്ലാസ്റ്റിക് തങ്ങി നിൽക്കുവാണെങ്കിലും ഇവിടെയും കുറച്ചൊക്കെ നിൽക്കും, പക്ഷേ ഇത്രയും തങ്ങി നിൽക്കുകയാണെങ്കിലും അടിയിൽ ഒരു ബേസ് ലെയറും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പിടിച്ചു കിടത്താൻ പറ്റും. ഈ മെഷ് ആണ് നമ്മളിവിടെ വെക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇത്രയും ഈ മെഷിൻ്റെ പറയാം ഏകദേശം ഒരു ഇത്രയും ഭാഗത്ത് വെക്കും. ഇത്രയും ഒരു വലിപ്പത്തിൽ നമ്മൾ ഒരു കലങ്ങിൻ്റെ ഇവിടെ വെക്കാൻ ഏകദേശം ഒരു 4,500 അല്ലെങ്കിൽ 5,000 അത്രയൊക്കെ ആകത്തുള്ളൂ. പിന്നെ ലേബർ ചാർജ് കൂടെ മാക്സിമം പോയി 6,000. ഒരു 2 എടുത്ത് വെക്കാൻ ഏകദേശം ഒരു 6,000 റുപ്പീസ് ആകത്തേ ഉള്ളൂ. ഇത്രയും നമ്മുടെ ഒരു കലങ്ങിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ചിലവാക്കുന്നത് 25-30 ലക്ഷം രൂപ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു കലങ്ങിന് ഉപകാരമായിട്ടുള്ളൊരു മെഷ് വെക്കാൻ വെറും 6,000 രൂപ പോലും ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതേ ഐഡിയ ഇതേ മെഷിൻ്റെ തന്നെ പല രാജ്യങ്ങളും ഇറക്കിയിട്ടുണ്ട്. അതിനകത്തൊരു മെയിൻലി രാജ്യമായിരുന്നു ഇത് ജർമ്മനി ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ. ഇത് ഇന്ത്യയിലും ഉണ്ട്. പക്ഷേ ഈ ഐഡിയയിൽ ഇവിടെ ഓവർഫ്ലോ ആകും. പ്ലാസ്റ്റിക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഓവർഫ്ലോ ആയി പോകും. കാരണം ഇതൊരു ഇത്രയും ലിമിറ്റഡ് ഉണ്ട്. നമ്മൾ വെക്കുമ്പോൾ ഇച്ചിരി ഹൈറ്റ് വരും നമ്മുടെ ഐഡിയയ്ക്ക്, നമ്മുടെ മെഷീൻ ഇച്ചിരി ഹൈറ്റ് വരും. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം വെച്ചാൽ ഇത് ഫ്ലോ ആകുന്നത് കൊണ്ട് തന്നെ ഇതിന് ഡീമെറിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഡീമെറിറ്റ്സുകൾ വളരെയധികം കുറവാണ്. നമ്മൾ ഡീമെറിറ്റിനേക്കാൾ കൂടുതൽ നോക്കേണ്ട മെറിറ്റ്, എന്നാലും നമ്മൾ ഡീമെറിറ്റ് നോക്കി വരത്തുള്ളൂ. ഇതിനകത്ത് ഒരിക്കലും ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം ഇതേ ഐഡിയ വെച്ചാൽ ഇത് വ്യത്യാസങ്ങളുള്ള ഐഡിയ ആണ്. അവർ വെച്ചേക്കുന്നത് വലിയ കലങ്ങുകളിലും കനാലുകളിലും വലിയ വ്യാസമുള്ള കനാലുകളിലാണ് ഇവർ വെച്ചേക്കുന്നത് ഹൈ ക്വാളിറ്റി വരുന്ന ജപ്പാൻ ടെക്നോളജി ഒക്കെ വരുന്ന നാനോ ഷീറ്റുകളാണ്. ആ ഷീറ്റുകളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോ ഓർഗാനിസത്തിന് പോലും ആ ഷീറ്റിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യയെ പോലുള്ള ആ നാനോ ഷീറ്റിന് ഒരെണ്ണത്തിൻ്റെ വില തന്നെ വെറും ഒരു നാനോ ഷീറ്റിൻ്റെ വില തന്നെ 3 ലക്ഷത്തിന് അടുപ്പിച്ച് വരും ഒരു കലങ്ങി വെക്കാൻ. അപ്പോൾ അത്രയും പൈസ ഇന്ത്യൻ ഗവൺമെൻറ് ഇറക്കാൻ പറ്റത്തില്ല. ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ആ ഐഡിയ മോഡിഫൈ ചെയ്ത് അവർ കലങ്ങാണെങ്കിൽ നമുക്കിവിടെ തോടാണ്. കാരണം തോടായതുകൊണ്ട് തന്നെ സ്ട്രീം ഫ്ലോ കൂടുതലായിരിക്കും, വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലായിരിക്കും, കനാലിന് ഒഴുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ നാനോ ഷീറ്റിൻ്റെ പ്രത്യേകത നാനോ ഷീറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകും. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മളിവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെഷാകുന്നത്. ഈ മെഷീന് മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ല. കാര്യം വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇവിടെ ആകെ വെള്ളത്തിൽ വെക്കുമ്പോൾ മെയിൻ്റെനൻസ് വരുന്നത് വെച്ചാൽ തുരുമ്പടിക്കുക, വേറെ ഒന്നുമില്ല. പിന്നെ അപ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ മെഷീനിൽ നോക്കുകയാണെങ്കിൽ ഗാൽവനൈസേഷൻ വഴി ഇതുണ്ട്. പക്ഷേ അത് എല്ലായിടത്തും വേണമെങ്കിൽ ചെയ്യാൻ മെനക്കെട്ട പരിപാടി. പക്ഷേ ഈ മെഷീൻ ഇവിടെ വെച്ച് ഈ ഭാഗങ്ങളിലായിരിക്കും ലോവർ പാർട്ടിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കളക്ട് ആകും, മുകളിലോട്ട് ചെല്ലുമ്പോൾ അതിനനുസരിച്ച് കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ ഒരു ബേസ് ലെയർ വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം മഴക്കാലം വന്നാലും പ്ലാസ്റ്റിക്കിന് ഇവിടെ കളക്ട് ആവുകയും ചെയ്യും, അത് അപ്പുറത്തോട്ട് പോകത്തുമില്ല, ഇത് നേരെ കല്ലടയായിട്ട് ചെല്ലത്തുമില്ല. അപ്പോൾ ഇത് നമ്മൾ എത്രമാത്രം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അത്രമാത്രം നന്നായിട്ടായിരിക്കും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മൾ കല്ലട ആറ്റിലൂടെ പോയില്ലെങ്കിൽ എന്ത് പ്രശ്നം പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ചെന്ന് കഴിയുമ്പോൾ മണ്ണിനടിച്ചിട്ട് അത് മറൈൻ ലൈഫിനെ ബാധിക്കും. ഇപ്പോൾ നമ്മുടെ പുലമൺ തോടിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ഉണ്ട് അവിടെ. അത് വലിയ കനാലാണ്. അപ്പോൾ ആ കനാലിൻ്റെ കേസിലൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ചെറിയ തുരുത്ത് വഴിയായിരിക്കും കനാലിലോട്ട് വരുന്നത്. ഈ തുരുത്തുകളിൽ നമുക്ക് ഈ കനാലിൽ അത്രയും പ്ലാസ്റ്റിക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തടയാൻ ഭയങ്കര പാടാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആ വരുന്ന തുരുത്തുകളുടെ പ്ലാസ്റ്റിക് ആണെന്ന് പറയും. അപ്പോൾ ആ തുരുത്തുകളിൽ ഇതേപോലത്തെ ഓരോ മെഷ് വെച്ച് കഴിഞ്ഞാൽ ആ കനാലിലോട്ട് പ്ലാസ്റ്റിക് ഇറങ്ങത്തില്ല. ആ കനാലിൽ നിന്നാണ് കല്ലടയാറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ തുടക്കത്തിലേ നമ്മളെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഈ ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ
ഏതാണ്ട് ഒരു 100% പ്ലാസ്റ്റിക് കല്ലടയാറ്റിലോട്ട് പോകുന്നതിൽ ഓൾമോസ്റ്റ് 95% നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ ഒരു പ്രഡിക്ഷൻ. കാരണം വെച്ചാൽ അത്രമാത്രം എഫക്റ്റീവാണ് ഈ ഐഡിയ. മാത്രമല്ല മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോഴും എത്രമാത്രം ഇതായാലും നമുക്ക് പ്ലാസ്റ്റിക്കിനെ കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മഴക്കാലം വന്നു കഴിയുമ്പോൾ പ്രത്യേക മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിതകർമ്മസേനക്കാർ താമസിച്ചായിരിക്കും വരുന്നത്. മിക്കപ്പോഴും മഴക്കാലത്തിനൊക്കെ സംബന്ധിച്ച് അവർ അവസാന മാസത്തിൻ്റെ അവസാനം വരുന്നത്. കാരണം മഴയൊക്കെ തോർന്നു കിടക്കുന്ന സമയം വരുന്നത്. കാരണം അവർക്കും വീട്ടിൽ അവരുടേതായ കാര്യങ്ങളില്ലേ. അപ്പം മാസത്തിന് അവസാനമാകുന്ന ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ മെഷ് ഒരിക്കലും പൊട്ടത്തില്ല. കാര്യം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെഷ്. അത് ഇത് ഉറപ്പിച്ചിരിക്കുന്ന താഴോട്ടല്ല, ഇത് മണ്ണിലല്ല ഉറപ്പിച്ചിരിക്കുന്നത്, ഇത് സൈഡുകളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് മണ്ണിൽ ജസ്റ്റ് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ കംപ്ലീറ്റ് ഇടപാടും ഈ 2 സൈഡുകളിലായിരിക്കും. ഈ 2 സൈഡുകളെല്ലാം നമ്മുടെ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ ഈ താഴോട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നത് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിൽ കൂടെ പോകാതിരിക്കാനാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആകെ നമുക്ക് പോകുന്ന പ്രതീക്ഷയുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ മാത്രമേ ഉള്ളൂ. മൈക്രോ പ്ലാസ്റ്റിക്കുകളെ പിടിച്ചു നിർത്താൻ ഈ ലോകത്തേക്ക് നാനോ ഷീറ്റുകളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതിനുള്ള ടെക്നോളജി നമ്മുടെ ഇന്ത്യ വളർന്നിട്ടില്ല. പക്ഷേ അത് വളർന്ന സമയം നമുക്ക് വേണേൽ മാറ്റാം. പക്ഷെ ഇപ്പോൾ ഈ ഐഡിയ വന്നു കഴിഞ്ഞാൽ ഈ ഫാർമേഴ്സിനൊക്കെ വളരെയധികം ഉപകാരമായി. കാരണം തോട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്ന ആൾക്കാർ വളരെയധികം കൂടുതലാണ്. അവർ ഈ തോട്ടിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ടൺ കണക്കിന് പ്ലാസ്റ്റിക് എടുക്കുന്നത്. അപ്പം നമ്മളിത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് തോട്ടിൽ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ആ വെള്ളത്തിലുണ്ടാക്കി കാണത്തില്ല. അപ്പോൾ അവർക്കും ഗുണം, അവരുണ്ടാക്കുന്ന അവരുടെ ഫാമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഗുണം. ചുരുക്കം പറഞ്ഞാൽ ഈ ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മെറിറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 90% മെറിറ്റും 5% ഡീമെറിറ്റും ഉണ്ട്. ഡീമെറിറ്റ് എന്ന കാര്യത്തിന് മെറിറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഡീമെറിറ്റും പറഞ്ഞില്ലേ കിട്ടും. അപ്പോൾ ഡീമെറിറ്റ് പറയുകയാണെങ്കിൽ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ പിടിച്ചു നിർത്തുന്നില്ല. മാത്രമല്ല ഇത് ആപ്ലിക്കബിൾ ആവാൻ ടൈം എടുക്കും. അതിന് വെച്ചാൽ കേരളത്തിലുള്ള കലങ്ങളുള്ള വളരെയധികം കൂടുതലാണ്. പക്ഷെ നമ്മളത് ലോവർ ചെയ്തിട്ട് ഈ അടുത്തടുത്തുള്ള എന്ന് വെച്ചാൽ ഈ വലിയ സോഴ്സിൻ്റെ അടുത്തടുത്ത് വെച്ചാൽ കല്ലടയാറ്റിന് അടുത്തടുത്തുള്ള എന്ന് വെച്ചാൽ കല്ലടയാറ്റിന് ഒരു 30 സെൻറ്റിമീറ്റർ വ്യാസത്തിനടുത്തുള്ള കലങ്ങൾ ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെടും. കാര്യം വെച്ചാൽ അവിടെ വന്ന് മാക്സിമം പ്ലാസ്റ്റിക് കളക്ട് ആകുവാണെങ്കിൽ കല്ലടയാറ്റിലോട്ട് പോകത്തില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഈ ഐഡിയ വളരെയധികം പ്രാധാന്യമുള്ളതും വളരെയധികം ചേഞ്ച് വരുത്താൻ പറ്റുന്നതാണ്. നമ്മുടെ ഇനി ഓരോരോ പുതിയ ഐഡിയ വരുമ്പോഴാണ് ഒരു ഡെവലപ്പിംഗ് നേഷൻ ഉണ്ടാകുന്നത്. താങ്ക് യു.